കിലുക്കം എന്ന സിനിമയിൽ രേവതി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ, ഇതിനാണോ ഇവന്മാർ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സീൻ. ഇത് കാണാത്തവരും കണ്ടു ചിരിക്കാത്തവരുമായി അധികമാരും കാണില്ല. ഇങ്ങനെയൊക്കെ പറയാൻ കാരണം പുള്ളിക്കാരിക്ക് ഭ്രാന്ത് ആയതുകൊണ്ടാണ് എന്ന് സിനിമയിലുണ്ട്. അത് വർഷങ്ങൾക്ക് മുൻപാണെന്ന് ഓർക്കണം. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കേരളത്തിൽ ഇപ്പോൾ ഒരു ഭ്രാന്തനെന്ന് ഞാൻ പറയില്ല, കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. അങ്ങനെ ഒരാളുണ്ട്, പരസ്യമായി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ തുണി പൊക്കി നോക്കണമെന്ന് അടക്കം പറയുക. എന്നിട്ട് ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും കഴിഞ്ഞ ദിവസത്തെ ഇഫ്താർ മീറ്റിംഗിൽ എന്നെ കണ്ടപ്പോൾ മന്ത്രി ചിരിച്ചില്ല എന്ന് കഷ്ടം പറയുക. എന്ത് ചെയ്യണം ഇയാളെ? അല്ല, മുഖ്യമന്ത്രി കണ്ടയുടനെ ചിരിച്ചുകൊണ്ട് ഓടി വരാൻ ഈ മഹാൻ ആരാണെന്ന് മനസ്സിലായില്ല. സംഭവം കോൺഗ്രസിൽ കയറാനുള്ള വഴിയുമായി ഇടതിനെതിരെ ഒന്ന് ചൊറിഞ്ഞു നോക്കിയതാ. ആ ഒരു വഴി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊന്നും അഖിൽ മാരാറിന്റെ കണ്ണിൽ തെളിയുന്നില്ല എന്നതാണ് കാര്യം. ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള സംശയം ഉയർന്നു വരാനുള്ള മെയിൻ കാരണം അഖിലിന്റെ ഏറ്റവും പുതിയ വീഡിയോയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ ഇഫ്താർ വിരുന്നിന് അഖിലിന് ക്ഷണം ലഭിച്ചിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോ അഖിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ താൻ ചിരിച്ചെങ്കിലും മുഖ്യൻ തന്റെ മുഖത്ത് പോലും നോക്കിയില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ അഖിൽ മാരാർ പറയുകയുണ്ടായി. അഖിൽ മാരാർ രാഷ്ട്രീയത്തിന് പറ്റിയ ആളാണ്. എങ്ങനെ നിൽക്കണമെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറഞ്ഞു, പിന്നെ പതുക്കെ അതിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസുകാർക്ക് എങ്ങനെ രക്ഷപ്പെടാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. പിന്നെ BJPയെ കുറ്റം പറഞ്ഞു. ഇതൊക്കെ മൂപ്പരുടെ ഒരേ കളികളായിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മൂപ്പരുടെ കണ്ണ് കോൺഗ്രസിലാണെന്ന് ആദ്യമേ സംശയമുണ്ടായിരുന്നു. പക്ഷെ പച്ചയ്ക്ക് സതീശനെയൊക്കെ ഇട്ട് അലക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആയതാണ്. ഇപ്പൊ പക്ഷെ വീണ്ടും അതിൽ തന്നെ ഫിക്സ്ഡ് ആയിട്ടുണ്ട്. മാരാർക്ക് ഇപ്പോ വേണ്ടത് പാർട്ടിയിൽ ഒരു സീറ്റാണ്. സ്വതവേ തമ്മിലടിയും പോരുമൊക്കെ ആണെങ്കിലും പൊതുവെയുള്ള ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ പാർട്ടിക്ക് പുറത്തു നിന്നൊരു ആര് വന്നാലും നല്ല സ്വീകരണമാണ്. മാത്രമല്ല, ജാതി രാഷ്ട്രീയം നോക്കി മാത്രം പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് മാരാർക്ക് നല്ല വിളനിലവുമാണ്. അതുകൊണ്ട് തന്നെ മാരാർക്ക് സുഖമായി പിടിച്ചു കയറാൻ പറ്റും, ഒരു സംശയവും വേണ്ട. സോഷ്യൽ മീഡിയയിൽ വൻ പൊങ്കാലയാണ് ഇതിനെതിരായി മാരാർക്ക് കിട്ടുന്നത്. ഇനി താങ്കളുടെ വിധി എന്താണെന്ന് കണ്ടറിയണം. പെട്ടെന്ന് കിട്ടിയ പ്രശസ്തിയിൽ മതിമറന്ന് അതിൽ രാഷ്ട്രീയം കലർത്തി ഇടതിനെ ചൊറിഞ്ഞ് വലതിനെ സുഖിപ്പിച്ചു. അതുവഴി അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ള താങ്കളുടെ വല്ലാത്തൊരു ത്വര സമൂഹം കാണുന്നുണ്ട്. താങ്കളെ അന്നദാനത്തിന് വി ഡി സതീശൻ ക്ഷണിച്ചത് തന്നെ ആ രാഷ്ട്രീയം കണ്ടിട്ടാണ്. ഈ സമയവും കടന്നുപോകും, ഒരാൾ കുറിച്ചു. മുഖ്യമന്ത്രിക്ക് അഭിമാനമുണ്ട്. എന്ത് അസംബന്ധവും വിളിച്ചു പറയുന്ന തന്നെയൊക്കെ കാണുമ്പോൾ ചിരിക്കുമെന്ന് കരുതിയോ? അദ്ദേഹത്തിന് നിങ്ങളെപ്പോലെ അവസരവാദിയായ ഒരാളോട് അഭിനയിക്കേണ്ട ഗതികേടില്ല. ശരിതെറ്റി മനസ്സിലാക്കാതെ കയ്യടി കിട്ടുന്ന ഡയലോഗ് പറയുന്നവരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഉള്ളത് കൊണ്ടാ നിങ്ങളെ പോലുള്ളവർ ജീവിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയെയും വൃത്തികേട് പറയുന്നത് കേട്ടു. അവരാരും പ്രതികരിക്കാത്തത് അവരുടെ നിലവാരം കൂടി പരിഗണിച്ചല്ലേ? ഞാനൊക്കെ സാധാരണക്കാരനല്ലേ, ഗതികോട് കൊണ്ട് പ്രതികരിച്ചു പോകുന്നതാ. നിങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നത് പ്രശസ്തരായ ആളുകളുടെ തോളിൽ കയറിയിട്ടാണ്. അത് നോക്കുന്നവരുടെ എണ്ണം കൂടുമെന്നും നിങ്ങൾക്കറിയാം. ഇങ്ങനെ പോകുന്നു കമന്റുകൾ.